Hi dear students. Next topic is absolute and relative dispersion. So, absolute dispersion is the value of dispersion or നമ്മൾ ഇപ്പോൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇത്തരത്തിലുള്ള എല്ലാ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും നമുക്ക് absolute dispersion എന്ന് പറയാം. Okay. Absolute dispersion is any measures of dispersion like mean deviation, standard deviation in semi-interquartile range and 10 to 90% range, etc. അപ്പോൾ റിലേറ്റീവ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിസ്പേർഷന് ഏതെങ്കിലും ഒരു ആവറേജ് കൊണ്ട് ഡിവൈഡ് ചെയ്താണ്. പക്ഷെ ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു റിലേറ്റീവ് ഡിസ്പേർഷൻ ആണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. Coefficient of variation is an absolute dispersion divided by average, but absolute dispersion is standard deviation by x bar. Standard deviation is sometimes denoted by small x divided by x bar. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ആവറേജ് കൊണ്ട്, അതായത് അരിത്മെറ്റിക് മീൻ കൊണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ അരിത്മെറ്റിക് മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. റൈറ്റ്? അപ്പൊ ഒരു ഡാറ്റ ഐഡിയൽ ഡാറ്റയിൽ വേരിയേഷൻ 0 ആയിരിക്കും. അപ്പോൾ വേരിയേഷൻ എക്സ് ബാർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഏതാണോ സ്മോളസ്റ്റ്, ഇറ്റ് വിൽ ബി ദ ബെസ്റ്റ് ഡാറ്റ. നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ വാല്യൂം എക്സ് ബാർ ആവണം എന്നാണ്, എസ് ഏറ്റവും മിനിമം ആവണം എന്നാണ്. അപ്പോൾ the data is good if s by x bar is small. അത് നമ്മൾ ഓർത്തിരിക്കുക. കാരണം നമുക്ക് ആവശ്യം ഈ റിലേറ്റീവ് ഡിസ്പെർഷൻ ഏറ്റവും സ്മോളസ്റ്റ് ആണെങ്കിലാണ് ഡാറ്റ ഏറ്റവും ക്രെഡിബിൾ ആവുക. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണത്, നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടി പറയാണ്, സ്റ്റാൻഡർഡൈസ്ഡ് വേരിയബിൾ. സ്റ്റാൻഡർഡൈസ്ഡ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ if x1, x2, etc. xn are our data, we construct the standardized variable zi, z1, z2, etc. zn as zi equal to xi minus x bar divided by s. അതായത് ഓരോ ഡാറ്റയിൽ നിന്നും അരിത്മെറ്റിക് മീൻ കുറക്കുക, എസ് ഡിവൈഡ് ചെയ്യുക. This called a standardized variable. It's called a standardized now the data is good when zi are data is good if z is large. z കൂടുന്ന ഡാറ്റ ആയിരിക്കും ഏറ്റവും നല്ല ഡാറ്റ. ഒരു ചെറിയൊരു ഉദാഹരണം, ഇത് രണ്ടിനും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. Look, these questions are very important. First question, a manufacturer of television tubes has two types of tubes. Tubes A and B respectively. A has mean lifetime
x average x lifetime of a equal to 1495 hours. B has mean lifetime xb equal to 1875 hours. And the standard deviations SA equal to 280 and SB equal to 310 hours. SB equal to 310 hours. So mean lifetime of tube A is 1495 hours plus or minus 280 hours. മറ്റേതോ 1875 hours plus or minus 310 hours. അതാണ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ഏറ്റവും ക്രെഡിബിൾ ഡാറ്റ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമ്മൾ രണ്ടിന്റെയും CV കാണാം. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് A. CV of A equal to standard deviation S by X bar അല്ലെ, അത് XA ബാറും ഇത് XB ബാറാണ്. സ്റ്റാൻഡേർഡ് അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് A എന്ന് പറഞ്ഞാല് SA by SA bar 1495 and 310 divided by 1875 which is smaller എന്നാണ് നമുക്ക് അറിയേണ്ടത്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഏതിനാണ് സ്മോളസ്റ്റ് വാല്യൂ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ആദ്യത്തേതിൻ്റെത് ഇതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റിയാൽ ഇൻറ്റു 100 ചെയ്താൽ അത് ഇസ് ഈക്വൽ ടു 0.187 ആണ് വരിക, അല്ലെങ്കിൽ 0.187 ഓർ ഈക്വൽ ടു 18.7% എന്നാണ് വരിക. ദിസ് ഈക്വൽ ടു 0.165 or 16.5% എന്നാണ് വരിക. So coefficient of variation is relative variation is bigger for A. Which tube has greater absolute dispersion and relative dispersion? Tube A has ആദ്യത്തിന്റെ ഡിസ്പേർഷൻ എന്താണ് 280. ട്യൂബ് ബി ഹാസ് ബിഗർ അബ്സല്യൂട്ട് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ വാല്യൂ അല്ലേ. അപ്പൊ ട്യൂബ് ബി ഹാസ് ബിഗർ അബ്സല്യൂട്ട് ഡിസ്പേർഷൻ whereas ട്യൂബ് എ ഹാസ് ബിഗർ റിലേറ്റീവ് ഡിസ്പേർഷൻ ആണ് ആൻസർ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, അപ്പോ a student has received grade 84 in mathematics where mean grade is 76 and standard deviation 10. In physics
he received 90 mean grade is 82 and the standard deviation was 60. In which paper his performance is good or better? In which paper his performance is relatively better? Relatively അപ്പോൾ ഇവിടെ രണ്ട് പേപ്പറിന്റെ മാർക്കുകൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് പേപ്പറിന് മാത്തമാറ്റിക്സിന് 84 കിട്ടിയത്, ഫിസിക്സിന് 90 കിട്ടിയത്. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് തോന്നില്ലേ ഇതിലിപ്പോ എന്താണ് വ്യത്യാസം, ഒന്നിൽ കൂടുതൽ മാർക്ക് കിട്ടി. പക്ഷേ മീൻ ഗ്രേഡ് മീൻ സ്കോറുമായിട്ട് കമ്പയർ ചെയ്യണം, അപ്പോഴേ അതിന്റെ പെർഫോമൻസ് അറിയുള്ളൂ അല്ലെ. ഇപ്പോ നമ്മളുടെ ക്ലാസ്സിൽ തന്നെ കൊമേഴ്സിലെ കുട്ടികളുടെ എന്താ പറയാ ഇംഗ്ലീഷിലെ കുട്ടികളുണ്ട് അങ്ങനെ. അപ്പോൾ മാത്തമാറ്റിക്സിലെ കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കെമിസ്ട്രിയിലൊക്കെ ഫുൾ മാർക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്. ഇപ്പൊ ഫുൾ മാർക്ക് കിട്ടുന്ന പേപ്പറിൽ 95% കിട്ടുക എന്ന് പറഞ്ഞാലും, ജയിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള പേപ്പറിൽ 70% കിട്ടുക എന്ന് പറഞ്ഞാലും പെർഫോമൻസ് വ്യത്യാസമല്ലേ. അപ്പൊ എങ്ങനെ ആ പെർഫോമൻസിനെ നമ്മൾ കമ്പയർ ചെയ്യും എന്നുള്ളതാണ്. കമ്പയർ ചെയ്യാൻ നമുക്ക് ആവശ്യം അതിന്റെ മീൻ ഗ്രേഡും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. മീൻ ഗ്രേഡും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യും? നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് വേരിയബിൾ ഫോം ചെയ്യാണ് ചെയ്യുക. അപ്പോ ഫോർ മാത്തമാറ്റിക്സ് z equal to നമുക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്? x മൈനസ് എക്സ് ബാർ ബൈ എസ് ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. x എന്ന് പറഞ്ഞാല് 84, അതിൽ നിന്ന് മീൻ ഗ്രേഡ് കുറക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്രടാ? 84 മൈനസ് 76 എന്ന് പറഞ്ഞാല് 8/10, that is 0.8. ഇനി ഫോർ ഫിസിക്സിന് z equal to again x minus x bar by s കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 90 ആണ് സ്കോർ ചെയ്ത്, ആവറേജ് 82 ആയിരുന്നു ഔട്ട് ഓഫ് 16. that is equal to 90 minus 80 എന്ന് പറഞ്ഞാല് 82 എന്ന് പറഞ്ഞാല് 8 divided by 16, that is 0.5. so ഏത് പെർഫോമൻസ് ആണ് സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ വലുത് ഏതാണ്? വലിയ പെർഫോമൻസ് മാത്തമാറ്റിക്സിലെ പെർഫോമൻസ് ആണ്. സോ he performed well in mathematics, even though his score is bigger in physics, his performance is relatively good in mathematics. അപ്പോൾ ഇതാണ് സ്റ്റാൻഡർഡൈസ്ഡ് വേരിയബിളിൽ നമുക്ക് ചെയ്യാനുള്ളത്. റൈറ്റ്. അപ്പോൾ ഇത് നമുക്ക് എല്ലായിടത്തും ചെയ്യാവുന്നതാണ്. നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യണമെങ്കിൽ ഏത് ഡാറ്റനെയും സ്റ്റാൻഡർഡൈസ്ഡ് വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഓരോ ഡാറ്റയിൽ നിന്നും അരിത്മെറ്റിക് മീൻ കുറക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഓക്കെ, റൈറ്റ്.